ശാഖയിലെ സംഖ്യസം സർവകലാശാലയിൽ വേണ്ട ഗവർണറെ. കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സഖാക്കന്മാരുടെ ബാനറാണ് ഇത്. ആ ബാനറിലെ വാചകം ശാഖയിലെ സംഖ്യസം സർവകലാശാലയിൽ വേണ്ട എന്നാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കും എന്ന് SFI പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഇത്തരത്തിലൊരു ബാനർ ഉയർന്നത്. സംസ്ഥാനത്തെ സർവകലാശാല ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFIയുടെ വെല്ലുവിളി. അതിനിടെ ശനിയാഴ്ച കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറുടെ പരിപാടി നടക്കാനിരിക്കുകയാണ്. ഇവിടെ ഗവർണർ ആദ്യം താമസിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ മാറ്റി. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന മട്ടിൽ സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ തീരുമാനവും എടുത്തു. ഇങ്ങനെ ഇരുവിഭാഗവും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് കാലടിയിൽ ഗവർണർക്ക് നേരെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉയർത്തിയ ബാനർ വന്നിരിക്കുന്നത്. ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFI നേതാക്കളുടെ പ്രസ്താവന തനിക്കെതിരെയുള്ള നീക്കമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയും എന്ന പ്രസ്താവന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം പോലീസ് മേധാവി നേരിട്ട് കൈകാര്യം ചെയ്യണം എന്നാണ് ഗവർണറുടെ ആവശ്യം. പ്രസ്താവന ഗവർണറെ ഭയപ്പെടുത്താനും ശാരീരികമായി കൈകാര്യം ചെയ്യുക എന്നത് ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നും കത്തിൽ ആരോപിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഗവർണറെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുള്ള SFIയുടെ ബാനർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ശക്തമാക്കണമെന്ന് അതേസമയം DGP S ദർവേഷ് സാഹിബ് അറിയിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും SP-മാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറി. SFI പ്രവർത്തകർ ഗവർണറെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. 3 പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്തും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ സുരക്ഷ ശക്തമാക്കും. പ്രധാന റൂട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറെ കടത്തിവിടാൻ 2 റൂട്ടുകൾ കൂടി നേരത്തെ നിശ്ചയിക്കും. റൂട്ടുകൾ സംബന്ധിച്ച രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ നടപടിയെടുക്കും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ പ്രശ്നക്കാരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കും. ആവശ്യമെങ്കിൽ ഇത്തരക്കാരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘമുണ്ടാകും. ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ റിംഗ് സുരക്ഷ ഒരുക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലായിരിക്കും ഗവർണർ. താമസിക്കുന്ന സ്ഥലത്തും സുരക്ഷ ശക്തമാക്കും. താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും പിറകിലും വശങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും. നിലവിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ്, ഗവർണറുടെ ഔദ്യോഗിക വാഹനം, രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം, അതത് സിറ്റികളിലെ പോലീസിന്റെ പട്രോളിംഗ് വാഹനം, ഗവർണറുടെ വാഹനം കേടായാൽ സഞ്ചരിക്കാനുള്ള പകരം വാഹനം, ആംബുലൻസ്, ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണ് ഉള്ളത്. ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ഇനി പോലീസ് വാഹനമുണ്ടാകും. ഡൽഹിയിലുള്ള ഗവർണർ 16-ന് കോഴിക്കോട്ടെത്തും. 17-ന് മലപ്പുറത്ത് ലീഗ് നേതാവിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. 18-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർ തങ്ങുക. 18-ന് രാത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തും. കോഴിക്കോട്ട് ഗവർണർ എത്തുന്നത് മുതൽ പുതിയ രീതിയിലുള്ള സുരക്ഷ നൽകുമെന്നാണ് അറിയുന്നത്. ഗവർണറെ ക്യാമ്പസിൽ കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള SFIയുടെ പ്രഖ്യാപനവും നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.